back to Xylem Banking. So ECGC, Export Credit Guarantee Corporation Probationary Officers Recruitment 2024 notification out ആയി കഴിഞ്ഞു. So banking related ആയിട്ടുള്ള ഇങ്ങനെയുള്ള സകല നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. So നിങ്ങളിൽ പലർക്കും പല കുട്ടികൾക്കും അറിയില്ല ഏതൊക്കെ എക്സാംസ് ആണ്. ഈ ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് SBIയും RRB POയും ഒക്കെ ആണോ? അല്ല, ഒരുപാട് ലെവലിൽ നമുക്ക് എക്സാംസ് എഴുതാൻ പറ്റും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. സോ അത് ഏതൊക്കെ, അതിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഏജ് റിലാക്സേഷൻ വേക്കൻസീസ് എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വഴിയേ അറിയാനായിട്ട് സാധിക്കൂ. അപ്പൊ ECGCക്ക് അപ്ലൈ ചെയ്യാൻ മിസ്സേ ഞങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ട് എന്താ കാര്യം? വേറെ സിലബസ് പഠിക്കേണ്ടി വരുമോ? ഇല്ല, നമ്മൾ ഓൾറെഡി ബാങ്ക് എക്സാമിന് പഠിക്കുന്ന സെയിം സിലബസ് ആണ് ECGCയുടെ സിലബസും. സോ ഈ എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ആവുകയാണ്, എക്സാമിനുള്ള പേടി മാറി കിട്ടുകയാണ്. മാത്രമല്ല, ഇൻ കേസ് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്താണ് എഴുതുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനും പറ്റും. സോ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നും ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. www.ecgc.in ഈ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ECGC കരിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രേഷന്റെ ലിങ്ക് ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, സോ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 14 മുതലേ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വരുന്ന ഒക്ടോബർ 13 വരെയാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. സോ ഈ 13 നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പേയ്മെന്റും ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ കോൾ ലെറ്റേഴ്സ് എല്ലാം, അല്ലെങ്കിൽ അത് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിന്റെ കോൾ ലെറ്റേഴ്സ്, അതായത് SC ST OBCക്കാർക്ക് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഇവർ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷനുള്ളിൽ ഒരു സെപ്പറേറ്റ് പേജിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവർ എക്സ്ട്രാ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ആ ട്രെയിനിങ് തരുന്നു എന്നതാണ്. അതിന്റെ കോൾ ലെറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് 4th week of October കിട്ടുക. ഇത് ഏകദേശം ഒക്ടോബർ 28 മുതലായിരിക്കും അതിന്റെ പ്രീ ട്രെയിനിങ് എക്സാമിനേഷൻ നടക്കുന്നത്. ദെൻ ഓൺലൈൻ റിട്ടൺ എക്സാമിനേഷൻ 16 നവംബർ 2024, നവംബർ 16 2024 ഇതിന്റെ ഓൺലൈൻ റിട്ടൺ എക്സാമിനേഷൻ നടക്കുന്നതായിരിക്കും. റിസൾട്ട് ഏകദേശം ഡിസംബർ 16 31 ഇടയിൽ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. ഇനി നമുക്ക് നോക്കാം ഏജ് വേക്കൻസി നോക്കാം. ഇതിന് ടോട്ടൽ 40 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, 40 വേക്കൻസീസ് ഉണ്ട് ടോട്ടൽ ആയിട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും SCക്ക് എത്ര, STക്ക് എത്ര, OBC, EW ആൻഡ് ജനറൽ കാറ്റഗറിക്ക് എത്രയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 40 വേക്കൻസീസ് ആണ് ഉള്ളത്. നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു പ്രാക്ടീസ് കൂടിയാണ് ഈ എക്സാമിനേഷൻ. മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന സെയിം സിലബസ് ആയതുകൊണ്ട് അതേ സിലബസിൽ എക്സാംസ് എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, നൗ നമുക്ക് നോക്കാം ഏജ് 21, മിനിമം 21 വയസ്സ്, മാക്സിമം 30 വയസ്സ്. അതിനിടയിലുള്ളവർക്ക് സുഖമായിട്ട്, അത് മിനിമം 21 വയസ്സ് ഉണ്ടാവണം, മാക്സിമം 30 വയസ്സ്. ഈ വയസ്സുകൾക്ക് ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/9/1994, നോട്ട് ലേറ്റർ ദാൻ 1/9/2003. അതായത് 2/9/1994 മുന്നോ 1/9/2003 ശേഷമോ ജനിച്ചവരായിരിക്കരുത് ഇതിനിടയിലുള്ളവർക്ക് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും. മാത്രമല്ല, റിലാക്സേഷൻ നോക്കിക്കഴിഞ്ഞാൽ 5 വർഷം വരെ SC STക്കാർക്കും, അത് OBC നോൺ ക്രീമിലെയറിന് 3 വർഷവും, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസിന് 10 വർഷവും, പിന്നെ എക്സ് സർവീസ് കമ്മീഷന്റെ ഓഫീസേഴ്സിന് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഇവർ കൊടുക്കുന്നുണ്ട്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാങ്ക് എക്സാംസിന് വരുന്ന പോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഏത് ഡിസിപ്ലിനിലും ആവാം. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. മാത്രമല്ല, അതിന് ഇത്ര പെർസെൻറ്റേജ് ഒന്നും ഇവർ എടുത്തു പറയുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ആകെ കാണാമെന്ന് ഓൾ ദി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മെൻഷൻ ബി ഫ്രം എ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് റെഗുലേറ്ററി ബോഡീസ്. ഓക്കെ, സോ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഷുഡ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ഓൺ ഓർ ബിഫോർ 1/9/2024, 1/9/2024 അന്നോ അല്ലെങ്കിൽ അതിന് മുൻപോ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് നോക്കാം സിലബസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ബാങ്ക് എക്സാമിന് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ സിലബസ് ആണ്. റീസണിംഗ് എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 200 മാർക്കിനാണ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അത് 140 മിനിറ്റിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിലും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അത് റീസണിംഗ് എബിലിറ്റിക്ക് 40 മിനിറ്റ്, ഇംഗ്ലീഷിന് 30 മിനിറ്റ്, കമ്പ്യൂട്ടറിന് 10 മിനിറ്റ്, ജനറൽ അവയർനെസ് 20 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 മിനിറ്റ്. ഓക്കെ, മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്, ഇംഗ്ലീഷിനാണ്, 40 മാർക്കിനാണ്, 40 മിനിറ്റ് സമയമുണ്ട്. എസ്സേയും പ്രസി റൈറ്റിംഗുമാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഒരു കാര്യം, ഈ 40 വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ബാങ്ക് എക്സാമിന് എഴുതുന്ന ആ കോൺഫിഡൻസും നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഏതൊരു ബാങ്ക് എക്സാമും
നല്ല ചുറുചുറുക്കോടെ നല്ല വാശിയോടെ പോയി എഴുതി ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ശൃംഖലയാണ് ഈ ബാങ്കിങ് ശൃംഖല. സോ ഇവിടെ വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ കാണുക, അപ്ലൈ ചെയ്യുക. അയ്യോ ഇതിനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് 40 വേക്കൻസിയല്ലേ ഉള്ളൂ, അപ്ലൈ ചെയ്യേണ്ട, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. അപ്ലൈ ചെയ്ത് പറ്റുന്നിടത്തോളം പ്രാക്ടീസ് ചെയ്യുക, പറ്റുന്നിടത്തോളം നന്നായി പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുക. സൈലം ബാങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് സൈലം ബാങ്കിന്റെ കോഴ്സസ് എടുത്ത് പഠിക്കാം. സോ നന്നായിട്ട് പഠിച്ച് ECGC ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്.